ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന ദിവസം നമ്മൾ വായിച്ചായിട്ട് സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായത്തിലെ സ്നാപയോനൻ പറയുന്ന വചനങ്ങൾ അടങ്ങിയ സുവിശേഷ ഭാഗമാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, സ്നാപയോനൻ ഈശോയെ നോക്കി പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സഭയിലെ 3 നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. 3 നോമ്പിന്റെ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മളോട് പറയുന്നത് പാപങ്ങളിൽ നിന്നും പിന്തിരിയാനായിട്ടാണ്. ഇന്നത്തെ 2 വായനകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 വായനകളിലും പാപങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് അനുതാപത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു ക്ഷണം നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, സ്നാപയോനൻ പറയുകയാണ്, ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇവന്റെ അടുത്തേക്ക് വന്ന് പാപമോചനം സ്വീകരിക്കാനായിട്ട് സ്നാപയോനൻ പറയുകയാണ്. ലേഖന ഭാഗത്തിലെ യാക്കോബസിലെ നമ്മളോട് പറയുകയാണ്, രോഗികളായിട്ടുള്ളവര് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഈ 2 വായനകളും അല്ലെങ്കിൽ ഇന്ന് സഭ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ പാപങ്ങളിൽ നിന്നും പിന്തിരിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ആർക്കാണ് പാപങ്ങളിൽ നിന്ന് മോചനം നൽകാനായിട്ട് സാധിക്കുക? അത് ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പാപങ്ങൾ മോചിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോയിലേക്ക് വന്ന് പാപമോചനം നേടുവാനും അതുപോലെ തന്നെ ഏറ്റവും വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.